എണ്ണൽ സംഖ്യ പഠിപ്പിച്ചതാനാ, ടീച്ചറല്ല. ഖുർആൻ. ഖുർആൻ നിങ്ങൾ എൻ്റെ കൂടെ തയ്യാറാണ്, ഞാൻ പഠിപ്പിച്ചു തരാം. തയ്യാറുണ്ട്? എണ്ണാൻ പറ്റുമോ? എണ്ണാവോ? എണ്ണൽ സംഖ്യ പഠിപ്പിച്ച ഖുർആനാണ്. ഇപ്പം ഞാൻ തെളിവ് സഹിതം പറഞ്ഞു തരാം. നിങ്ങൾ എണ്ണോ എൻ്റെ കൂടെ? അറബി അറിയാവോ? എന്നൊന്ന് എണ്ണ. അറബിയിൽ 1 മുതൽ 10 വരെ ഒന്ന് എണ്ണ. ആരെയും ഒന്നോ പടച്ചോ വരാൻ ഇതൊന്നും അവിടെ തട്ടുകടയായിരുന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. പഠിക്കും. 1 മുതൽ 10 വരെ പഠിപ്പിച്ചാരാ കുട്ടി? LKG ടീച്ചറല്ല. فدعوا إلى طعام واحد فأرسلنا إليهم 2 سيكونون 3 فخذ 4 من الطير سيكونون 5 الله الذي خلق السماوات والأرض وما بينهما في 6 أيام الذي خلق 7 سماوات طباقا 8 أزواج وكان في المدينة 9 رهط تلك 10 كاملة إن عدة الشهور عند الله 12 شهرا إني رأيت 11 كوكبا إن عدة الشهور عند الله 12 شهرا. ഞാനിപ്പോ ഓതിയത് 12 ആയത്താണ്, ഒരായത്തല്ല. ഖുർആനിലെ 12 ഭാഗത്തുനിന്ന് 12 ആയത്താണ് ഓതിയത്, 1 മുതൽ 12 വരെ. ഖുർആൻ പഠിക്കു കുട്ടികളെ. നിങ്ങളിത് മരിക്കുമ്പോ തലയ്ക്കുമ്പോ തോതാ മൊയ്ലിയാർക്കും മുക്രിക്കും കൈമടക്ക് ഇട്ടാണ് ഗ്രന്ഥമാണെന്ന് കരുതി മൊയ്ലിയാരെ മുക്രിയുടെ കൈമടക്ക് നോക്കിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മുക്രിക്കാക്കും മൊയ്ലിയാർക്കും കൈമടക്ക് കിട്ടാൻ മുസ്ലിയാരുടെ അത്ര പ്രസംഗമല്ല. ഇനി മൊയ്ലിയാർക്കും മുക്രിക്കാക്കും കൈമടക്കോത്തിട്ട് നിങ്ങൾ ആരും ബേജാറാവേണ്ട കാര്യമില്ല. കാരണം ലോകത്തിലെ വലിയ കോടീശ്വരന്മാര് കടക്കണമെന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മുക്രിക്കാക്ക ഇന്ന് വരെ കടക്കണമെന്ന് ആത്മഹത്യ ചെയ്ത ചരിത്രം കേട്ടിട്ടില്ല. ഉണ്ടോ? ഒണ്ടേ പറയും ലോകത്തിലെ വലിയ കോടീശ്വരന്മാര് കടം വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളം ആരാ? മുക്രിക്കാക്ക. മുക്രിക്കാക്കയുടെ ശമ്പളം ക്ലോസറ്റിലെ വെള്ളം ഒരേപോലെ ആ മുക്രിക്കാക്ക ഇതേവരെ കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതോർത്തിട്ട് ആരും ബേജാറാവേണ്ട, അത് അല്ലാഹ് വഴിക്കൊക്കെ നടത്തിക്കോളൂ. പക്ഷേ ഇത് ഖുർആൻ എന്ന ശാസ്ത്ര ഗ്രന്ഥത്തെ പഠിക്കണം. നിങ്ങൾ എന്റെ കൂടെ فدعوا إلى طعام واحد. 1 സൂറത്തുൽ ബഖറ. فأرسلنا إليهم 2 സൂറത്ത് യാസീൻ 2 سيكونون 3 3 സൂറത്തുൽ കഹ്ഫ്. فخذ 4 من الطير 4 സൂറത്ത് ആല ഇമ്രാൻ. سيكونون 5 5 സൂറത്തുൽ കഹ്ഫ്. الذي خلق السماوات والأرض وما بينهما في 6 أيام 6 സൂറത്തുൽ മുഅ്മിൻ. الذي خلق 7 സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ നൂഹ് 8 أزواج 8 സൂറത്തുൽ അൻആം. وكان في المدينة 9 رهط 9 سورة القصص تلك 10 كاملة 10 سورة البقرة إني رأيت 11 كوكبا 11 سورة يوسف إن عدة الشهور عند الله 12 شهرا 12 സൂറത്ത് തൗബ. 2 മണിക്കൂറിലേക്ക് ഞാൻ പറഞ്ഞുതരാം ഖുർആൻ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഖുർആൻ ഓതണം. ഇത് ലോകത്തിലെ പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകമാണ്. ഇത് ശാസ്ത്രലോകത്തിന് വിരൽ ചൂണ്ടിക്കൊടുത്ത ഖുർആനാണ്. ഗതാഗത നിയമം, ഞാൻ മണക്കാട് നിൽക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്, ഖുർആനും ഗതാഗത നിയമം ഒരു 7 വെള്ളിയാഴ്ച പ്രസംഗിച്ചുള്ളൂ. ഖുർആനും ട്രാഫിക് നിയമം. നിങ്ങൾ ഹൈവേയുടെ അടുത്ത് താമസിക്കണല്ലേ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബൈക്ക്, ഒരു പൾസറിന്റെ 220 ആണെന്ന് തോന്നുന്നു, അതിന്റെ മുകളിൽ ഒരുത്തിരുന്നിട്ട് ഈ വെടിയുണ്ട വെരി ഗുഡ് പോണ പോലെ പോകണം. ഞാൻ ഒരുത്ത എൻ്റെ വണ്ടിയുമേ വന്ന് കയറി. അവൻ ഈ വെടി കൊണ്ട വെരി ഇരിക്കണ എന്നെ കുളത്തിന് മുകളിൽ തവള ഇരിക്കണവർ ഇങ്ങനെ ഇരിക്കും.
ആ സൈലൻസർ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് ഒരു അന്തം വിട്ട സൗണ്ട്. ലോകത്താദ്യമായി സ്പീഡ് ലിമിറ്റ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഗ്രന്ഥം ഖുർആനാണ്. അറിയോ? 40 സൈൻ ബോർഡിൽ എഴുതിയ 40 പോകാവൂ എന്ന് ട്രാഫിക് നിയമം ആദ്യം പഠിപ്പിച്ചത് ഖുർആനാണ്. സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ നിങ്ങൾ ശബ്ദമലിനീകരമെന്നായി ബൈക്ക് വായിക്കരുത് എന്ന് 1400 വർഷം മുമ്പ് ജിബ്രീൽ ഓതി പറയുകയാണ്. ഇതൊന്നും മുഹമ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയുന്നതല്ല. വഖ്സിദ് ഫീ മശീക, നിന്റെ ഗതാഗതത്തിൽ നീ മിതത്വം പാലിക്കണേ. ഏതാണോ സ്പീഡിന് മുകളിലേക്ക് പോകാൻ പാടില്ല. വഗ്ളുദ് മിൻ സൗതിക, ഗതാഗതത്തിൽ അരോചകമായ ശബ്ദമുണ്ടാക്കാൻ പാടില്ല. സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് അന്തരീക്ഷം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന, സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾ പാടില്ലെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തിനേറെ നിനക്കൊരു വാഹനമുണ്ട്, ആ വാഹനം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് വാഹനം ഓടിക്കരുത്. വാഹനം കൃത്യമായി കഴുകി വൃത്തിയാക്കിയിട്ട് ഓടിക്കണേ എന്ന് ലോകത്ത് പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അതെന്റെ റബ്ബിന്റെ ഗ്രന്ഥമാണ്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീനാ, കുതിരയെയും ഒട്ടകത്തെയും നിങ്ങൾക്ക് ഞാൻ തന്നത് ലിതർകബൂഹാ, നിങ്ങൾക്ക് യാത്ര ചെയ്യാനും, വസീനത്തിന് നിങ്ങൾക്ക് അലങ്കാരമായിട്ടാണ്. അതുകൊണ്ട് അലങ്കാര വസ്തു പൊടി പിടിക്കാൻ പാടില്ല. പാടുണ്ടോ എന്ന് ലോകത്തോട് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആൻ ഒരാൾ ഹാഫിളായാൽ അതിൻ്റെ അകത്ത് അവൻ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി എന്നാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുക, അത് പഠിക്കുക. അതിൽ ഏറ്റവും ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഉറക്കം അതറിയാവുന്നവരൊക്കെ ഒരു പ്രതിഫലവും കൂടെ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് അവസാനിപ്പിക്കുക. 1, ഖുർആൻ ഓതിയാൽ നിന്റെ ഹൃദയം നന്നാവും. 2, നിന്റെ പേര് അള്ളാഹുവിന്റെ മലക്കുകളുടെ ലോകത്ത് ജീവിതകാലത്ത് പറയാൻ കഴിയും. 2-ാമത്തെ സൂറത്തുൽ ഇഖ്ലാസ് പതിവായി പാരായണം ചെയ്താൽ നിന്റെ മയ്യത്ത് നമസ്കാരത്തിന് 70,000 മലക്കുകൾ സാക്ഷികളാവും. ആണോ? നിന്റെ മയ്യത്ത് നിസ്കാരത്തിന്, നിന്റെ കണിയാവരത്തിന്നു മുതൽ ഇത് സ്ഥിരമായി ഓതുന്ന ആണിന്റെ പെണ്ണിന്റെ മയ്യത്ത് നിസ്കാരത്തിന് നാട്ടുകാർ മാത്രമല്ല 70,000